അന്നദാനം ഒരുക്കിയത് CH ഇബ്രാഹിം കുട്ടിയാണ്. 12,000 പേർക്കാണ് ഇബ്രാഹിം കുട്ടി അന്നദാനവും മറ്റൊരുക്കങ്ങളും ചെയ്ത് നൽകിയത്. ഈ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അന്നദാനവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യമാണ് വരുന്നത്. ഏറെ സന്തോഷം തോന്നി, വളരെ മനസ്സ് നിറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. പല ആളുകളുടെ ഉള്ളിലും നല്ല വർഗീയത ഉണ്ട്. അവരാ കിട്ടുന്ന അവസരങ്ങളിൽ ആ വർഗീയത കാണിക്കുകയും ചെയ്യും. PC ജോർജ് ഇന്ന് പോലും വളരെ വലിയ മുസ്ലിം വിരോധമാണ് ഇന്ന് പ്രസ്താവിച്ചത്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. അതിനിടയിലാണ് സന്തോഷകരമായ 2 കാഴ്ചകൾ ഞാൻ കണ്ടത്. ആ കാഴ്ചകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ. അതിലൊന്ന് ആദ്യ വാർത്ത ഒന്ന് കേൾക്കാം. മതസൗഹാർദ്ദത്തിന്റെ പുതിയ മാതൃകയാണ് പേരാമ്പ്രയിലെ എളമരം കുളങ്ങര ഭഗവതി ക്ഷേത്രം. മാർച്ച് 1 മുതൽ 8 വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് അന്നദാനം ഒരുക്കിയത് CH ഇബ്രാഹിം കുട്ടിയാണ്. 12,000 പേർക്കാണ് ഇബ്രാഹിം കുട്ടി അന്നദാനവും മറ്റൊരുക്കങ്ങളും ചെയ്ത് നൽകിയത്. ഈ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അന്നദാനവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യമാണ് വരുന്നത്. ഏറെ സന്തോഷം തോന്നി, വളരെ മനസ്സ് നിറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. റംസാൻ മാസം ആയിരുന്നില്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു പോകും. കാരണം വളരെ സന്തോഷം. ഈ അന്നദാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, പാവങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു വലിയ ഇത് കൂടിയുണ്ട്. എല്ലാവരും ചേർന്നിരുന്ന് കഴിക്കുക എന്നുള്ളത് കാലം ആവശ്യപ്പെടുന്ന സാധനമാണ്. മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു സന്ദേശമാണ് ഈ ക്ഷേത്രവും ഈ CH ഇബ്രാഹിം കുട്ടിയൊക്കെ നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ എളമരം കുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ഈ ഉത്സവത്തിന്റെ അവസാന ദിവസമായി ഇന്നാണ് അദ്ദേഹം ഈ 12,000 പേർക്ക് അന്നദാനം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അദ്ദേഹം ഈ നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഈ മാസം റമദാനാണ്, വ്രതം എടുത്തത് കൊണ്ട് മാത്രമാണ് അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. വ്രതമില്ലാത്ത സമയത്ത് ഇവിടെ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ അവരെല്ലാവരും അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ വലിയൊരു മതസൗഹാർദ്ദത്തിന്റെ ഒരു സന്ദേശം ഈ ക്ഷേത്രവും ഇബ്രാഹിം കുട്ടിയൊക്കെ നൽകുന്നുണ്ട്. എത്ര സന്തോഷമാണ് ഈ ഒരു മനുഷ്യൻ. 2000 ആളുകൾക്ക്, ഹിന്ദുമത വിശ്വാസികൾക്ക് ക്ഷേത്രത്തിൽ സദ്യ ഒരുക്കുക, അതും നോമ്പെടുത്തുകൊണ്ട് തന്നെ. ഒരു യഥാർത്ഥ വിശ്വാസിക്ക് മാത്രമേ ഇങ്ങനെ കഴിയുള്ളൂ. ഇതിലും ഒരു പക്ഷേ കുറ്റം കണ്ടെത്തുന്ന ആളുകൾ ഉണ്ടാവട്ടെ. ഒരു വിശ്വാസി എന്തിന് ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് നോമ്പെടുത്തുകൊണ്ട് മറ്റുള്ളവരെ തീറ്റിപ്പിക്കുന്നത് എന്താണ്? യഥാർത്ഥ നോമ്പുകാരൻ ഒരിക്കലും മറ്റൊരാൾക്ക് തിന്നാൻ കൊടുക്കില്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഹോട്ടലുകളൊക്കെ അടക്കുന്നത്. അതൊക്കെ ഇത്തരം സൂക്കടുള്ള ആളുകളെ പറയുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിൽ തൊട്ടതിനും പിടിച്ചതിനൊക്കെ വർഗീയത കാണുന്ന ഒരു നാട്ടിൽ എന്തിന് പള്ളിയിൽ ബാങ്ക് കൊടുത്താൽ പോലും ഇമാമിനെതിരെ കേസെടുക്കപ്പെട്ട രാജ്യമാണ് നമ്മുടേത്. കഴിഞ്ഞ ദിവസം ഗുജറാത്തിലും അതേപോലെ രാജസ്ഥാനിലൊക്കെ, അപ്പോൾ തന്നെ ഉത്തർപ്രദേശിൽ പള്ളിയിൽ നിന്ന് നിസ്കാരത്തിൻ്റെ സമയം അറിയിച്ചതിന് കേസ്, ബാങ്ക് കൊടുത്താൽ കേസ്, തറാബീഹിന് വരുന്നൊരടിക്കുക. അത്തരമൊരു നാട്ടിൽ ഒരു മുസ്ലിം മതവിശ്വാസി തൻ്റെ നോമ്പെടുത്ത് ആ വിശ്വാസം ഉണ്ടായിരിക്കെ തന്നെ അമ്പലത്തിൽ സാധാരണ ഹിന്ദുക്കൾക്ക്, വിശ്വാസികൾക്ക് നന്നായിട്ട് ഭക്ഷണം വിളമ്പിക്കൊടുക്കുക, എന്നിട്ട് താൻ നോമ്പായത് കൊണ്ട് അതിൽ നിന്ന് കഴിക്കാതിരിക്കാം. മാഷാ അല്ലാ, ഇത്തരം കാഴ്ചകൾ നമ്മൾ പറയണ്ടേ? സാധാരണ പറയലുണ്ട്, ഏതിലും ഹിന്ദുമത വിശ്വാസികൾ മുസ്ലിം പള്ളിക്ക് ഒരു 500 രൂപ കൊടുത്താലോ ക്യാഷ് കൊടുത്താലോ അതൊരു വലിയ വാർത്തയാക്കി മാറ്റുന്ന മുസ്ലിങ്ങളെ നിങ്ങൾ എപ്പോഴെങ്കിലും ഹിന്ദുക്കളെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം വിട്ടൊരു കളിയില്ലല്ലോ. ആര് പറഞ്ഞു? മുസ്ലിം മതവിശ്വാസിക്കും ആരെ സഹായിക്കാനും മതം ഒരു തടസ്സമല്ല. ഇപ്പോൾ കണ്ടില്ലേ, വർഷങ്ങളായിട്ട് ഈ മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യം. ഇത്തവണ അത് നോമ്പിനായി പോയി, അപ്പോഴും അയാളത് മുടക്കുന്നില്ല. ഇതാണ് യഥാർത്ഥ വിശ്വാസിയുടെ സ്വഭാവം. ഈ അടുത്ത് വളാഞ്ചേരിയിൽ പ്രഭാകരൻ എന്ന് പറയുന്ന ഒരാൾ എല്ലാ വർഷവും അയാൾ നോമ്പെടുക്കലുണ്ട്. ഫാമിലി ആയിട്ട് മുഴുവൻ നോമ്പെടുക്കും, എല്ലാവരെയും നോമ്പെടുക്കും. വാർത്തക്കടിയിൽ ചില വർഗീയവാദികൾ, നീയൊക്കെ എന്തിനാടാ നോമ്പെടുക്കുന്നത്? നിനക്ക് ഹിന്ദുമത വിശ്വാസികൾ നോമ്പെടുത്താൽ പോരെ, നിനക്ക് ഉപവാസങ്ങൾ ഉണ്ടായാൽ പോരെ? ഇങ്ങനെ വർഗീയത കിടന്ന് കത്തിയ ആളുകൾ. അത്തരമൊരു നാട്ടിലാണ് ഇത്രയും സുന്ദരമായൊരു കാഴ്ച. അതോടൊപ്പം തന്നെ എനിക്ക് സന്തോഷം തോന്നിയതാണ്, ഒരു രാഷ്ട്രീയക്കാരും സിനിമക്കാരുമായ വിജയ് ജോസഫ് വിജയ് എന്ന സിനിമാ നടൻ വിജയ്, അദ്ദേഹത്തിൻ്റെ ഒരു നോമ്പ് തുറ. അദ്ദേഹം ആ നോമ്പ് തുറക്ക് വന്ന് തൊപ്പിയൊക്കെ ഇട്ട് വന്ന് നമസ്കരിച്ചു, മഗ്‌രിബ് നമസ്കരിച്ചു. ആ മനുഷ്യൻ, അദ്ദേഹം ഒരു വിശ്വാസിയായ ആളൊന്നുമല്ല. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം നല്ലൊരു സിനിമക്കാരനാണ്, നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്. താൻ സിനിമക്കാരും രാഷ്ട്രീയക്കാരും ആകുന്നതിന് മുൻപ് തന്നെ പണ്ടേ അദ്ദേഹം ഇങ്ങനെ ഇഫ്താർ സംഘടിപ്പിക്കലുണ്ട്. അതിലൊരു മുസ്ലിം മതപണ്ഡിതം പ്രാർത്ഥിക്കുക ചെയ്യുന്ന ഒരു കാഴ്ച. ഇതൊക്കെ നമ്മൾ എന്തിനാ മറച്ചു വെക്കുന്നത്? ഇതൊക്കെ ശരിക്കും നമ്മൾ കാണിക്കണ്ടേ? ഇന്നത്തെ രാഷ്ട്രീയക്കാരെ കാഴ്ച എന്താണെന്ന് വെച്ചാൽ എവിടെയൊക്കെ വർഗീയത വരുത്താൻ കഴിയുമോ അതൊക്കെ വരുത്തുക. ഏതായാലും വിജയുടെ ആ വരവും വിജയുടെ ആ നോമ്പ് തുറയും എനിക്ക് ഭയങ്കര ഇഷ്ടം. നിസ്കരിക്കാൻ കാണിച്ച മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുന്നൊരു സ്വഭാവം ഏതൊക്കെ രാഷ്ട്രീയക്കാർ കാണിക്കുന്നോ ഞാനത് എടുത്തു പറയും. കാരണം ഇന്ന് മുസ്ലിങ്ങളെ വല്ലാതെ ദ്രോഹിക്കുന്നവരാണ് ചുറ്റുമുള്ളത്.
എനിക്കിത് ഭയങ്കര സന്തോഷമുണ്ടായി. മൂപ്പർക്ക് നിസ്കരിക്കാൻ അറിയോ, ഒളു എടുത്തു. ഇതൊന്നും ഇപ്പോൾ അതിൻ്റെ ഫിഖ്ഹി മസ്അല എന്ന് പറയുന്ന വിഷയമല്ല, ഇതൊരു ഐക്യദാർഢ്യമാണ്. ചിലപ്പോഴൊക്കെ നോമ്പ് മുസ്ലിം മതവിശ്വാസികൾക്ക് അള്ളാഹുവിനുള്ള ഭക്തിയുടെ ഒരു അടയാളമാണെങ്കിൽ ചില ആളുകൾക്ക് ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കലാണ്, ആരോഗ്യത്തിന് മാനദണ്ഡമാണ്. ഇന്ന് നമ്മുടെ PC ജോർജ് പറഞ്ഞ കണ്ടില്ലേ, എന്തൊരു വർഗീയവാദിയാണ് ആൾ. ഇപ്പോൾ ഈ അടുത്ത അയാളെ വർഗീയ പ്രസംഗത്തിന്, വർഗീയ പ്രസ്താവനയ്ക്ക് ജയിലിൽ നിന്ന് പിന്നീട് ജാമ്യം കിട്ടിയിറങ്ങിയ ഒരു മനുഷ്യൻ പിന്നീട് പറയാണ് എവിടെയെങ്കിലും മീനച്ചാലൊക്കെ 10-400 പെണ്ണുങ്ങളെ ലവ് ജിഹാദ് നടത്തിയിട്ടുണ്ട്, അതാണ് ഇതാണ്. ആ പ്രസംഗം ഒന്ന് കേൾക്ക്. ഈരാറ്റുപേട്ട നടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ ഈ കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കുക. കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുണ്ട് സ്ഫോടക വസ്തുക്കളാണ്. അതെവിടെ കത്തിക്കാനാണെന്നൊക്കെ എനിക്കറിയാം, അതിൻ്റെ വിശദാംശം ഞാൻ ഇവിടെ കിടക്കുന്നില്ല. ഇതെങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓർക്കായിരുന്നു അപ്പോൾ ഇന്ന് പിതാവ് കൊറവങ്ങാട് പള്ളിയിൽ പ്രസംഗിച്ചു, നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും അപകടകരമാണ് മക്കളെ എന്ന് പറഞ്ഞു. എന്ത് പ്രപഞ്ചമായിരുന്നു കേരളത്തിൽ! കേരളം മുഴുവൻ കത്തിക്കുകയില്ലായിരുന്നു. അരമനയിലേക്ക് ആയിരങ്ങളാണ് ഈരാറ്റുപേട്ടെന്ന് പ്രകടനമായി അരമനെ ആക്രമിക്കാൻ വന്നത്. നിങ്ങൾ പാലാക്കാടിക്കൊരു പരാതിയുണ്ട്, അവർ ആക്രമിക്കാൻ വന്നപ്പോൾ ഞാൻ അവിടെ ഒറ്റയ്ക്ക് വന്ന് ഇറങ്ങിയ ആളാണ്. അറപ്പ് തോന്നാണ് ഈ മനുഷ്യനോട്. ഇങ്ങനെ എന്തിനും ഏതിനും മുട്ടിനും മൂലയിലൊക്കെ വർഗീയത പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ അവർക്കാണ് കയ്യടി കിട്ടുന്നത്. ഇപ്പോൾ ഈ അടുത്ത് ചാണക്യ ന്യൂസിൻ്റെ ഒരു ഉടമ ബിജു അങ്ങനെ ചങ്ങായി ഉണ്ടായിരുന്നു, അയാളെ വേറൊരു കേസിൽ അറസ്റ്റ് ചെയ്തു. അയാൾ എന്തുമാത്രം വർഗീയത പറയുന്നവരോ, നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. ആരിഫ് ഹുസൈൻ അടക്കം വർഗീയത പറയുന്ന ആളുകൾക്ക് കയ്യടി കൂടാണ്, അവർക്ക് എവിടെ നിന്നൊക്കെ ഫണ്ടുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു കാഴ്ചക്കടയിൽ ഒരു മുസ്ലിം മതവിശ്വാസി ശരിക്കും ഭയങ്കര ആശങ്കയിലാണ്. കേരളം വിട്ട് പുറത്തേക്ക് പോയാൽ ഒരു നോമ്പിന് ഉറക്കം ഒരു തറാവിയെ നിസ്കരിക്കാൻ പറ്റൂല, തൊപ്പിയിട്ട് നടന്ന പ്രശ്നം, ഇങ്ങനെ പലതിലും പ്രശ്നമുള്ള ഒരു കാലത്താണ് ഇത്തരമൊരു കാഴ്ച. നമ്മളൊരിക്കലും ഒരു യഥാർത്ഥ വിശ്വാസി, അത് ഹിന്ദു മതവിശ്വാസിയാവട്ടെ മുസ്ലിം മതവിശ്വാസിയാവട്ടെ, ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഒരിക്കലും തീവ്രവാദിയാവാൻ കഴിയില്ല. പിന്നെ PC ജോർജ് പറഞ്ഞ പോലെ 400ഓളം ആളുകളെ എന്താ പറയുക, മൂപ്പര് പറയണത് ഇങ്ങനെ ലവ് ജിഹാദ് ഉണ്ട്, നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട്, പിന്നെ എവിടെയോ കുളം ഇതാക്കാൻ വേണ്ടിയിട്ട് കോറിയിലൊക്കെ ഈ പാറ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് സ്ഫോടക വസ്തു കൊണ്ടുവന്നതിനൊക്കെയാണ് തീവ്രവാദ പ്രവർത്തനമായിട്ട് കാണുന്നത്. അപ്പോൾ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന വാർത്തകൾ ഇങ്ങോട്ട് സമാഹരിച്ചിട്ട് വിഷം തുപ്പ് തന്നെയാണ് ഇത് സമൂഹത്തിനുള്ളിൽ പകരും. ഇപ്പോൾ ഒരു സിനിമയിൽ ഔറംഗസീബിനെയൊക്കെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു സിനിമ ഉണ്ട്. ആ സിനിമയിൽ ഛത്രപതി ശിവജിയൊക്കെയാണ് നായകൻ. ആ സിനിമയിൽ എവിടെയൊക്കെയോ മുഗളന്മാർ സ്വർണം കൊണ്ടുപോയിട്ട് നിധി പോലെ കുഴിച്ചിട്ടു എന്നൊക്കെ സിനിമയിൽ വെറുതെ പറഞ്ഞതാണ്. ഇത് വിശ്വസിച്ചിട്ട് ആളുകൾ ആ സ്ഥലത്ത് പോയിട്ട് നിധി തേടുക, നിധി കുഴിച്ചെടുക്കുക, എന്നിട്ട് പോലീസ് വിരട്ടി ഓടിക്കുക. ഇത്രയും അന്തംഗമ്യങ്ങളായ ഒരു ജനത ഇന്ത്യയിൽ, ഏതെങ്കിലും ബാഹുബലിയൊക്കെ കണ്ടിട്ട് സിനിമ കറക്റ്റാണെന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരുള്ള നാടാണ്. യഥാർത്ഥ ചരിത്രം പറഞ്ഞാലോ അപ്പോൾ ആളുകൾക്ക് വേണ്ടയും. ഔറംഗസീബ് ഒരു നല്ല ഭരണാധികാരിയാണ്, ഛത്രപതി ശിവജി ഒരു സത്യത്തിൽ അയാളൊരു കൊള്ളക്കാരനാണ്. ഒരുപാട് ആളുകളെ കൊള്ളയടിച്ച മുതൽ കൊണ്ട് ജീവിച്ചിരുന്ന ഒരാൾ. അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരായ ഹിന്ദുക്കൾ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. മുഗൾ ഭരണാധികാരികൾ അദ്ദേഹത്തിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ജയിലിലടച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ചരിത്രം എങ്ങനെയാണെങ്കിലും സിനിമയിൽ കാണിക്കുന്ന ചരിത്രം വേറെയാണ്. അപ്പോൾ വർഗീയത ഇങ്ങനെ നടമാടുന്നൊരു നാട്ടിൽ ഇതുപോലെ ഒരു പ്രവർത്തനം കാണുമ്പോൾ അത് അഭിനന്ദനാർഹമാണ് എന്നുള്ളതാണ്. അത് വിജയിയാണെങ്കിലും അതോടൊപ്പം ആ നോമ്പ് എന്താ പറയുക, ക്ഷേത്രത്തിന് ഭക്ഷണം കൊടുത്ത ഒരാൾ, ഒരു പക്ഷേ ഇതിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഏത് നാട്ടുകാരാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം. എനിക്ക് ഭയങ്കര സന്തോഷമായി അത്തരം ഒരു കാഴ്ച കണ്ടപ്പോൾ. മറ്റൊരു കാര്യം പറയാണ്ട്, ഇന്ന് AP സമസ്തയുടെ മദ്രസയുടെ പൊതുപരീക്ഷ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ആരുടെയൊക്കെ മക്കൾ പൊതുപരീക്ഷയിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരും ഡിസ്റ്റിങ്ഷനോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സോ അങ്ങനെ മാർക്ക് ഏതാണോ പറയാൻ പറ്റുന്നതെങ്കിൽ അതും കൂടി പേരൊക്കെ എഴുതിയിട്ടൊന്ന് കമൻറ്റിൽ. ഭയങ്കര സന്തോഷമായി. എൻ്റെ മോളും 7ാം ക്ലാസ്സിലാണ്, അവളും പൊതുപരീക്ഷയിൽ നല്ല മാർക്കോട് കൂടി പാസ്സായി. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുൻപാണ് റിസൾട്ട് നോക്കിയത്. അതുവരെ സൈറ്റ് ഭയങ്കര ഹാങ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് തൊട്ട് ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് റിസൾട്ട് വന്നത് കണ്ടത്. ഒരുപാട് സന്തോഷം. അതേപോലെ നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെയൊക്കെ മക്കൾ ഇന്നത്തെ പൊതുപരീക്ഷയിൽ വിജയിച്ച അവരെ ക്ലാസ്സും എഴുതണം, അവരുടെ പേരൊക്കെ എഴുതിയിട്ട് നിങ്ങളെ സന്തോഷം പങ്കെടുക്കും. നമ്മുടെ മക്കളെല്ലാവരും മാർക്ക് നേടിയവരും നേടാത്തവർക്കൊക്കെ അള്ളാഹു 2 ലോകത്തും ഉന്നതമായി വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മക്കൾ പരമാവധി മക്കളെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മദ്രസയിൽ പഠിക്കാൻ തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാലമാണ്. അതിൻ്റെ ഗൗരവങ്ങളൊക്കെ അവനവൻ്റെ മക്കളോടൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മളെ കൊണ്ട് അത്രയൊക്കെ പറ്റുള്ളൂ. പിന്നെയൊക്കെ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഹിദായത്ത് പോലെയാണ്. മദ്രസ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഇല്ലാതായാൽ അതിന് വലിയൊരു അപകടമുണ്ട്. അതോടൊപ്പം തന്നെ സമസ്തയുടെ റിസൾട്ട് ഇന്നല്ല, ഏത് ദിവസമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെയൊക്കെ മക്കൾ സമസ്ത പൊതുപരീക്ഷയിൽ വിജയിച്ച ആളുകളുണ്ടെങ്കിൽ അതൊന്ന് പ്രത്യേകം കമൻറ്റ് ചെയ്യണം. അപ്പോൾ വിജയിച്ച നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരുടെ മക്കൾക്കും എല്ലാവിധ വിജയാശംസകളും വിസാൽ മീഡിയ നേരുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.